ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പമ്പയാറിന്റെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നു. പ്രപഞ്ചനാഥിയായ ഭഗവതിക്ക് മുമ്പിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തുന്ന ഒരു ആരാധനയാണ് പൊങ്കാല. അന്നേ ദിവസം തന്നെ കാർത്തിക സ്തംഭവും ലക്ഷദീപവും തെളിയിക്കാറുണ്ട്. പൊങ്കാല ഇടുന്നതിനെ പറ്റിയുള്ള ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി. പക്ഷേ അത് ചത്തില്ല. ഇതേ സർപ്പം തന്നെ കുളക്കരയിലെ പുറ്റിന്മേൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു. ഇപ്രാവശ്യം പുറ്റിൽ നിന്നും ജലപ്രവാഹമുണ്ടായി. അമ്പരന്നു നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെടുകയും തേനും പാലും കലർന്ന നിറമാവുമ്പോൾ ഈ ജലപ്രവാഹം നിൽക്കുമെന്നും ഇത് ഭഗവതി ജലശയനം ചെയ്ത വെള്ളമാണെന്നും പറഞ്ഞു. ഈ പുറ്റു പൊളിച്ചാൽ അതിൽ ഭഗവതിയുടെ വിഗ്രഹം കാണുമെന്നും അത് എടുത്ത് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് പറഞ്ഞ് പുറ്റു പൊളിച്ച് വിഗ്രഹം പുറത്തെടുത്തു. എന്നിട്ട് സന്യാസി അപ്രത്യക്ഷമായി. അന്ന് രാത്രി സന്യാസിയായി വന്നത് സാക്ഷാൽ നാരദ മുനിയാണെന്ന് വേടന് സ്വപ്ന ദർശനമുണ്ടായി. സന്യാസി എടുത്തുകൊടുത്ത വിഗ്രഹമാണ് ഇന്ന് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നത്. അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിച്ചു പോന്നത്. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത്. ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങളും വിറകും ശേഖരിച്ച് സമയത്തിനെത്താനായില്ല. അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ. എന്നാൽ പാചകത്തിനായി മരച്ചോട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആഹാര സാധനങ്ങൾ ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയ വേടനും കുടുംബവും ഉച്ചത്തിൽ നാമോച്ചാരം തുടങ്ങി. ഈ സമയം ഒരു അശരീരിയുണ്ടായി. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആഹാരം ഉണ്ടാക്കിയത്. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിച്ചു കൊള്ളുക. നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാ ദുഃഖത്തിൽ പോലും കൈവിടാത്തവർക്ക് ഞാൻ തോഴിയും ദാസിയുമാണ്. ഭക്തർ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ അവരുടെ കൂടെയുണ്ടാകും. ഈ ഓർമ്മ പുതുക്കാനാണ് പൊങ്കാലയിടുന്നത്. ഭക്തർ പൊങ്കാലയിടുമ്പോൾ അമ്മയും അവരുടെ കൂടെ പൊങ്കാലയിടും എന്നാണ് വിശ്വാസം.